ഹരേ കൃഷ്ണ. അങ്ങനെ 18 ദശകങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഭഗവാൻ അനുഗ്രഹിച്ച 19ാമത്തെ ദശകം പ്രചേതസ്സുകളുടെ കഥയാണ് ഇന്ന് നമ്മളൊന്ന് അർത്ഥവിചാരം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ട്യൂണ് ഏവമാണ്. നമ്മൾ കഴിഞ്ഞ ദശകത്തിലുണ്ടായിരുന്ന അതേ ട്യൂൺ തന്നെ, അതായത് 6ാമത്തെ ദശകത്തിൻ്റെ ട്യൂണ്. ഈ ഒരു കഥ നമ്മൾ തൊട്ടു മുൻപ് ഉള്ള ദശകത്തിൽ കണ്ട ആ പൃഥു മഹാരാജാവിൻ്റെ ആ വംശപരമ്പരയിൽപ്പെട്ട വേറൊരു കഥയാണ് ഇനിയും പറയാൻ പോകുന്ന പ്രചേതസ്സുകളുടെ കഥ. നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മഠ പ്രാചീനബർഹിര്യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാനജീജനത്വത് കരുണാങ്കുരാനിവ. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. പൃഥോസ്തു, പൃഥോഹോ തു ആണ് പൃഥോസ്തു. ആ പൃഥു ചക്രവർത്തിയുടെ ആകട്ടെ നപ്ത, നപ്ത എന്ന് പറഞ്ഞാൽ പൗത്രൻ്റെ പുത്രൻ, അതായത് പുത്രൻ്റെ ചെറുമകൻ്റെ പുത്രൻ, പുത്രൻ്റെ പുത്രൻ്റെ പുത്രൻ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടിരുന്നു പൃഥു ചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വൻ എന്ന് പേര് കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇന്ദ്രൻ ഹരിച്ചുകൊണ്ടുപോയ അശ്വത്തെ തിരിച്ച് എടുത്തുകൊണ്ടുവന്ന പുത്രന് വിജിതാശ്വൻ എന്ന് പേരിട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ വിജിതാശ്വൻ്റെ പുത്രനാണ് ഹവിർധാനൻ എന്ന് പറയുന്നത്. ഈ ഹവിർധാനൻ അഗ്നികുലത്തിൽ പിറന്ന ധിഷണയെ വിവാഹം ചെയ്തു. അവരുടെ ഹവിർധാനൻ്റെയും ധിഷണയുടെയും മകനായിട്ടുള്ള ബർഹിഷദൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ബർഹിഷനെയാണ് പ്രാചീന ബർഹിസ് എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ആ പൗത്രപുത്രൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പറയാണ് നപ്ത പൃഥു ധർമ്മ കർമ്മഠ, പൃഥു ധർമ്മ കർമ്മഠ. പൃഥുവിൻ്റെ ധർമ്മത്തിൽ വളരെ താല്പര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ, പൃഥു എന്ന് പറയുന്നതിന് നമുക്കറിയാം വളരെ പരമധാർമ്മികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ യാഗാദി കർമ്മങ്ങളിൽ ഏറ്റവും തൽപരനായിരുന്നു. ഇവിടെ ഈ പൃഥു ചക്രവർത്തിയുടെ പൗത്രൻ്റെ പുത്രനായിട്ടുള്ള ഈ പ്രചേതസ് ഇവിടെ വരുന്നതേ ഉള്ളൂ. നമ്മളത് അദ്ദേഹവും ആ പാരമ്പര്യമായി കിട്ടിയ ആത്മീയമായ കാര്യങ്ങളോടുള്ള തൽപരത കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു. ആരാ? പ്രാചീന ബർഹിര്യുവതൗ ശതദ്രുതൗ. പ്രാചീന ബർഹി യുവതൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാചീന ബർഹിര്യുവതൗ. ഇവിടെ യു എന്നുള്ള ഒരു വാക്കാണ്. അത് ശരിക്ക് വായിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാവും, ശ്രദ്ധിച്ച് വായിക്കുക. പ്രാചീന ബർഹിര്യുവതൗ, പ്രാചീന ബർഹി എന്ന് പറഞ്ഞാൽ പ്രാചീന ബർഹിസ്. ഇവിടെ പ്രാചീന ബർഹിസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പൃഥുവിൻ്റെ പുത്രനായ വിജിതാശ്വൻ്റെ മകൻ ഹവിർധാനൻ്റെ മകനായിട്ടുള്ള ബർഹിഷനെയാണ് പ്രാചീന ബർഹിസ് എന്ന് പറയുന്നത്. ഈ ഇദ്ദേഹമാകട്ടെ പൃഥു മഹാരാജാവിനെ പോലെ യാഗാദി കർമ്മങ്ങളിലും മറ്റും തൽപരനായിരുന്നു. അതേപോലെ തന്നെ നല്ല ധർമ്മബോധമുള്ളവനായിരുന്നു, പരമധാർമ്മികനായിരുന്നു. ഈ പ്രാചീന ബർഹിസ് എന്ന് പേര് വരാൻ നമ്മൾ പറഞ്ഞു, ഈ ബർഹിസ് അല്ലെങ്കിൽ പ്രചേതസ്സിന് അങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം, പ്രാചീന ബർഹിസ് എന്നൊരു പേര് വരാൻ തന്നെ കാരണം നമ്മൾ പറഞ്ഞു യാഗാദി കർമ്മങ്ങളിൽ വളരെയേറെ തൽപരനായിരുന്നു എന്ന് പറഞ്ഞു.
പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിശയാണ്. അപ്പോൾ കിഴക്കോട്ട് ദർഭ വിരിച്ചിട്ട്, കിഴക്കോട്ട് അതിൻ്റെ ആ ഒരു തല വരുന്ന വിധത്തിൽ അതിൻ്റെ ദർഭ വിരിച്ചിട്ട് ധാരാളം യാഗങ്ങൾ നടത്തി. അങ്ങനെ അവിടമാകെ, ആ പ്രദേശമാകെ കിഴക്കോട്ട് തല വരത്തക്ക വിധത്തിൽ ദർഭ വിരിച്ചിട്ട് യാഗങ്ങൾ നടത്തിയവൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പ്രാചീന ബർഹിസ് എന്നൊരു പേര് വന്നത് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആ പ്രാചീന ബർഹിസ് യുവതൗ എന്ന് പറഞ്ഞാൽ യുവതിയിൽ അഥവാ തൻ്റെ പത്നിയിൽ. ആരാണ് പത്നി? ശതദ്രുതിയിൽ, തൻ്റെ പത്നിയായ ശതദ്രുതിയിൽ പ്രചേതസോ നാമ. ആ പ്രാചീന ബർഹിസിൻ്റെ ഭാര്യയുടെ പേരാണ് ശതദ്രുതി. ആ ശതദ്രുതിയിൽ പ്രചേതസഹ എന്ന് പറഞ്ഞാൽ പ്രചേതസ്. ഇവിടെ പ്രചേതസ്സുകൾ എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിനെയാണ്. കാരണം ഈ പ്രാചീന ബർഹിസിന് ശതദ്രുതിയിൽ 10 മക്കളാണ് ഉണ്ടാവുന്നത്. ഇവരെ ഇത്രയും 10 പുത്രന്മാരെയും കൂടി ചേർത്തിട്ടാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് പ്രചേതസഹ നാമ. അങ്ങനെ പേരുള്ള പ്രചേതസ്സുകൾ എന്നറിയപ്പെടുന്ന സുചേതസുതാനജീജനത്വത്. സുചേതസഹ സുതാൻ അജീജനത് ത്വത്. ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് സുചേതസുതാനജീജനത്വത്. സുചേതസഹ എന്ന് പറഞ്ഞാൽ, ചേതസഹ എന്ന് പറയുന്ന ഇവിടെ മനസ്സ്, ഹൃദയം, ശുദ്ധമായ മനസ്സോട് കൂടിയവർ, ശുദ്ധ ഹൃദയരായിട്ടുള്ള സുതാൻ പുത്രന്മാരെ അജീജനത് ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പ്രാചീന ബർഹിസിന് ശതദ്രുതിയിൽ പ്രചേതസ്സുകൾ എന്നു പേരുള്ള ശുദ്ധഹൃദയരായിട്ടുള്ള 10 പുത്രന്മാരുണ്ടായി. അവരെ, ആ 10 പുത്രന്മാരെയും കൂടെ ചേർത്ത് പറയുന്നതാണ് പ്രചേതസ്സുകൾ. ത്വത് കരുണാങ്കുരാനിവ. ത്വത് അങ്ങയുടെ കരുണാങ്കുരാനിവ. കരുണാങ്കുരാൻ ഇവ, അങ്ങയുടെ തന്നെ കരുണ അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുളച്ചു വരിക. അങ്ങയുടെ ആ കരുണ ഇങ്ങനെ മുളച്ചു വന്നതാണോ എന്ന്, ഇവ എന്ന് ഇപ്രകാരം എന്ന പോലെ, അഥവാ അങ്ങയുടെ തന്നെ കരുണ ഇങ്ങനെ മുളച്ചു വന്നതാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള 10 പുത്രന്മാരെ, ശുദ്ധഹൃദയരായിട്ടുള്ള 10 പുത്രന്മാരെ ഈ പ്രാചീന ബർഹിസിനും ശതദ്രുതിക്കുമായി അങ്ങയുടെ കൃപ കൊണ്ട് ഉണ്ടായി. ഈ 10 പുത്രന്മാരെയാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പൃഥുവിൻ്റെ പുത്രനായ വിജിതാശ്വൻ, വിജിതാശ്വൻ്റെ പുത്രനായ ഹവിർധാനൻ, ഈ ഹവിർധാനന് ധിഷണ എന്ന് പറയുന്ന അഗ്നിപുത്രി, അഗ്നിയുടെ കുലത്തിൽ പിറന്ന ധിഷണയെ വിവാഹം ചെയ്തുണ്ടായ ബർഹിഷൻ എന്ന് പറയുന്ന പുത്രൻ അഥവാ പ്രാചീന ബർഹിസ്. ആ പ്രാചീന ബർഹിസ് എങ്ങനെ പൃഥു മഹാരാജാവിനെ പോലെ തന്നെ യാഗാദി കർമ്മങ്ങളിലൊക്കെ വളരെ തൽപരനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, ധർമ്മബോധമുള്ളവനായിരുന്നു. നോക്കൂ, ആ അച്ഛനമ്മമാരുടെ സംസ്കാരം എത്രമാത്രം ഉയർന്നതാണോ അത്രമാത്രം ഉയർന്ന തലത്തിലുള്ള പുത്രന്മാരെയും ഇവിടെ കിട്ടി. അതാണ് പറഞ്ഞത്, ആ ഭഗവാനെ, അവിടുത്തെ കൃപ, അവിടുത്തെ സേവ ചെയ്യുന്ന ഈ സജ്ജനങ്ങൾക്ക് അവിടുത്തെ കൃപ തന്നെ അങ്കുരിച്ചു വന്നതാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള 10 പുത്രന്മാരെ, അവരാകട്ടെ ശുദ്ധഹൃദയരായിരുന്നു. ആ 10 പുത്രന്മാരെ ഒന്ന് ചേർത്ത് വിളിക്കുന്നതാണ് പ്രചേതസ്സുകൾ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിര്യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാനജീജനത്വത് കരുണാങ്കുരാനിവ. നമുക്കിനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൃഥുധർമ്മ കർമ്മഠ, അവിടെ വിസർഗമുണ്ട്. അതേപോലെ തന്നെ കർമ്മഠ, അവിടെ ഠായൊക്കെ ഖരാക്ഷരമാണ്, നന്നായി കട്ടിലന എന്ന് പറയണം. പിന്നെ അടുത്തത് പ്രാചീന ബർഹിര്യുവതൗ, അവിടെ ര്യു ആണ്.
ചില ബുക്കുകളിൽ പ്രാചീന ബർഹി യുവതൗ എന്ന് കാണാം. അത് കഴിയുന്നതും പിരിക്കാതെ തന്നെ വായിക്കുന്നതാവും നല്ലതെന്നാണ് തോന്നുന്നത്. ഇനി അതല്ല, പ്രാചീന ബർഹി യുവതൗ അങ്ങനെ വായിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അങ്ങനെ, യു എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ വായിക്കുക. അടുത്തത് മൂന്നാമത്തെ വരിയുടെ അവസാനവും നാലാമത്തെ വരിയിലുമായിട്ട് ചേർത്ത് ഇച്ചിരി വലിയൊരു സമസ്തപദമാണ് സുചേതസ സുതാനജീജനത്വത്. അവിടെ കഴിയുന്നതും അത് ചേർത്തെടുക്കുക. ഇനി അങ്ങനെ പറ്റാത്തവർക്ക് സുചേതസ സുതാൻ ഇൻ അവിടെ ചേർത്തുകൊണ്ട് താഴെ അജീജനത്വത് എന്ന് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ കരുണാങ്കുരാനിവ, ഇവ ആണ്, കരുണാങ്കുര നിവ അല്ല, കരുണാങ്കുരാനിവ ആണ്. അത് ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. പിതുസ്സിസൃക്ഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. പിതുസ്സിസൃക്ഷാ നിരതസ്യ, പിതുഹു സിസൃക്ഷാ നിരതസ്യ. പിതു എന്ന് പറഞ്ഞാൽ പിതാവ്, അച്ഛൻ്റെ. സിസൃക്ഷ നിരതസ്യ, സിസൃക്ഷ സൃഷ്ടി, അതായത് പ്രജാസൃഷ്ടി ചെയ്യുന്നതിൽ നിരതസ്യ തൽപരനായിരുന്ന, ശാസനാത് എന്ന് പറഞ്ഞാൽ ഉപദേശത്താൽ, നിയോഗത്താൽ, ആ അച്ഛൻ ഉപദേശിച്ചതനുസരിച്ച്, പ്രാചീന ബർഹിസിൻ്റെ നിർദ്ദേശമനുസരിച്ച്, ഉപദേശമനുസരിച്ച്, എന്തിനാ, പ്രജാസൃഷ്ടി ചെയ്യുന്നതിൽ തൽപരനായിരുന്ന ആ പ്രാചീന ബർഹിസ് ഭവത്തപസ്യാഭിരതാദശാപിതേ, ഭവത്തപസ്യാഭിരത, ഭവത്തപസ്യ അഭിരത ആണ്. ഭഗവാനെ അങ്ങയെ തപസ് ചെയ്യാൻ ഒരുങ്ങിയ, അഭിരത എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയ, അതിന് മുതിർന്ന, ദശാപിതേ, ദശം 10, ദശാപിതേ ആ 10 പേരും, അതായത് നമ്മൾ പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞ അവർ 10 പേരും, പയോനിധിം പശ്ചിമമേത്യ തത്തടേ, പയോനിധിം ആ സമുദ്രത്തിൻ്റെ ഇവിടെ, പശ്ചിമമേത്യ തത്തടേ, പശ്ചിമമേത്യ, പശ്ചിമം ഏത്യാണ്, പശ്ചിമമേത്യ, പശ്ചിമം പടിഞ്ഞാറ് വശം. അപ്പോൾ ആ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ ഏത്യ, ഏത്യ എന്നാൽ ചെന്നപ്പോൾ, തത്തടേ അതിൻ്റെ, തടയാണ്, അതിൻ്റെ തടത്തിൽ, കരയിൽ, സരോവരം, സരോവരം എന്ന് പറഞ്ഞാൽ ഒരു താമരപ്പൊയ്ക, സന്തദൃശുർമനോഹരം, സന്തദൃശുഹു മനോഹരം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സന്തദൃശുർമനോഹരം. സന്തദൃശുഹു എന്ന് പറഞ്ഞാൽ കണ്ടു, എങ്ങനെയുള്ളത്, മനോഹരം, മനോഹരമായിട്ടുള്ള, അതിസുന്ദരമായിട്ടുള്ള ഒരു താമരപ്പൊയ്ക അവിടെ കണ്ടു. അപ്പോൾ ഇവിടെ പ്രാചീന ബർഹിസിൻ്റെ നിർദ്ദേശപ്രകാരം എന്താ, മക്കൾക്ക് ഇനി തനിക്ക് 10 പുത്രന്മാരുണ്ടായി, അവരിലൂടെ തൻ്റെ തലമുറ നിലനിന്നു പോകണം, താൻ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈയൊരു സന്മാർഗം, ആത്മീയമായ കാര്യങ്ങളിൽ തൽപരനായിട്ടുള്ള തൻ്റെ പുത്രന്മാരിലൂടെ ഇനി ഇത് വീണ്ടും വീണ്ടും പല തലമുറകളിലേക്ക് കൈമാറിപ്പോകണം. അപ്പോൾ അതിന് ഈ വംശപരമ്പര നിലനിന്നേ മതിയാവൂ. അതിനു വേണ്ടിയിട്ട് പ്രജാസൃഷ്ടിക്കായിക്കൊണ്ട് തൻ്റെ പുത്രന്മാരെ 10 പേരെയും പ്രചേതസ്സുകളെ എല്ലാവരെയും വിളിച്ചിട്ട് ഈ പിതാവ് ആയിട്ടുള്ള പ്രാചീന ബർഹിസ് നിർദ്ദേശിച്ചു പോയി, ഭഗവാനെ തപസ് ചെയ്യൂ. ഏതൊരു സൽക്കർമ്മവും ചെയ്യുന്നതിന് മുൻപ് ഭഗവാനെ വിചാരം ചെയ്തിട്ട് ചെയ്യണമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അത് പ്രജാസൃഷ്ടിയിലും ബാധകമാണ്. സൽസന്താനങ്ങളെ ലഭിക്കുന്നതിന് ഭഗവാനെ വിചാരം ചെയ്തു വേണം അതിന് ഒരുമ്പെടാനെന്ന് പറയാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ആ ഭഗവാനെ തപസ് ചെയ്യാനായി ഒരുങ്ങി അവർ ആ 10 പേരും അവരെത്തിയത് ആ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ കരയിലെത്തിയപ്പോൾ, തപസ് ചെയ്യാനായി ഒരു ഏകാന്തമായ സ്ഥലം, ഒരു ശാന്തമായ സ്ഥലം തേടി ആ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ
അവിടെയാകട്ടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു താമരപ്പൊയ്ക കണ്ടു. നമുക്കിനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പിതുസ്സിസൃക്ഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപി തേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വാക്ക് പിതുസ്സിസൃക്ഷാ നിരതസ്യ, അങ്ങനെ ആ സാ കട്ടിയിലൊക്കെ എടുക്കാൻ പറ്റാത്തവർ പിതുസ്സിസൃക്ഷാ നിരതസ്യ അങ്ങനെ എടുക്കുക. കഴിയുന്നതും പിതുസ്സിസൃക്ഷാ നിരതസ്യ എന്ന് ചേർത്ത് തന്നെ എടുക്കുന്നതാവും നല്ലത്. അതിൻ്റെ അടുത്തത് ഭവത്തപസ്യാഭിരതാദശാപിതേ. ഭവത്തപസ്യാഭിരത, അഭിരത ആണ്. പിന്നെ അതേപോലെ പശ്ചിമമേത്യ, പശ്ചിമം ഏത്യാണ്, പശ്ചിമമേത്യ എന്നെടുക്കരുത്, പശ്ചിമമേത്യ, ഏത്യ ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നാലാമത്തെ വരിയിൽ വരുമ്പം സന്തദൃശുർമനോഹരം, ദദൃശു, സന്തദൃശു, അവിടെ ആ ഒരു പോസിറ്റിവിറ്റി കാണിക്കാനാണ് സന്തദൃശു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ വളരെ മനോഹരമായ ഒരു താമരപ്പൊയ്ക കാണാനിടയായി. അതേപോലെ സന്തദൃശുർമനോഹരം, അവിടെ സന്തദൃശുർമ, മായ്ക്ക് കൂട്ടക്ഷരമാണ്, അത് കട്ടിയിൽ തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.